ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതാണ് എൻ്റെ തെറാപ്പിസ്റ്റ് നീതു. എൻ്റെ പോസ്റ്റ് നേറ്റൽ ട്രീറ്റ്മെൻറ്റ് അഥവാ പ്രസവ ശുശ്രൂഷ ലാസ്റ്റ് ഇയർ ആയിട്ടുണ്ട്. ഇതൊരു ബ്രീഫായിട്ട് പറയും എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന്. ഇപ്പം മാം 14 ദിവസത്തെ പാക്കേജ് എടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഡേ തൊട്ട് 10 വരെ ഹെയർ മസാജ്, അത് കഴിഞ്ഞ് ഹെയർ പാക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടച്ച് മാർക്ക്, അത് കഴിഞ്ഞ് ഫേസ് മസാജ്, ഫേസ് പാക്ക്, ലേപം, അങ്ങനെ കുറേ ഇതാണ് വരുന്നത് ടൈപ്പ്. 10ാമത്തെ ദിവസം സ്റ്റീം വരും. സ്റ്റീം കഴിഞ്ഞിട്ട് നമുക്ക് 3 ദിവസം ഇലക്കിരിയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഞവര വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഹെഡ് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നീലബൃങ്കാതി വെച്ച ഹെഡ് മസാജ് ചെയ്യുന്നത്. അത് നമ്മൾ തലവേദന, മുടി കൊഴിച്ചിൽ ഇതൊക്കെ മാറാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഡെലിവറി സമയമാകുമ്പോഴത്തേക്ക് നോർമലായിട്ട് എല്ലാവർക്കും മുടി കൊഴിച്ചിലുണ്ടാവും. അത് മാറാൻ വേണ്ടിയാണ് നീലബൃങ്കാതി വെച്ച് മസാജ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടേക്ക് നമ്മൾ ഹെയർ പാക്ക് ഇടും. ഹെയർ പാക്ക് നമ്മൾ നെല്ലിക്കാപ്പൊടിയൊക്കെ വെച്ചാൽ ഹെയർ പാക്ക് ഇടുന്ന മുടി നല്ലോണം തണുക്കാനും തല നല്ലോണം തണുക്കാനും മുടിക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഹെയർ പാക്ക് ഇടുന്നത്. നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു താരം പോലുള്ളതൊക്കെ മാറാൻ വേണ്ടി നല്ലതാണ്. പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ തേക്കുന്നത്. റൂട്ടിലിടുന്നുണ്ട്, മുടിയിൽ മാത്രം. മുടിയിൽ 1 സെന്റിമീറ്റർ അങ്ങനെ. സ്കാൽപ്പിൽ എണ്ണ മാത്രം, ഹെയർ ലെങ്ത്തിൽ പാക്ക്. ഇത് ലേപമാണ്. ഇത് കഴുത്തിൽ നടുവിലാണ് നമ്മൾ ഇടുന്നത്. കൂടുതലും ഈ നടുവിലെ പെയിന്, നീരൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ലേപം ഇട്ട് കൊടുക്കുന്നത്. നാഗരാതി എന്നാണ് പറയുന്നത്. ഈ കഴുത്തിൽ ഇങ്ങനെ ബമ്പ് പോലെ ഒരു അതൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് അയാളെ കിടത്തിയിട്ട് മുഖത്ത് ഫേസ് മസാജ്, ഫേസ് പാക്ക് ഇടും. ഫേസ് ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത്. ഫേസ് ഓയിൽ വരുന്നത് മഞ്ഞൾ വരും, കുങ്കുമം വരും, അങ്ങനെ 3-4 ഐറ്റംസാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടത്തേക്കും ഫേസ് പാക്ക് ഇടും. ഫേസ് പാക്കിൽ മഞ്ഞളാണ്. 3 കൂട്ടം മഞ്ഞളുണ്ട്. 3 കൂട്ടം മഞ്ഞൾ, പയറുപൊടി, അങ്ങനെ കുങ്കുമപ്പൂ, ഇതൊക്കെ ആഡായി വരുന്നത്. ഇത് തൈരുമായിട്ടാണ് മിക്സ് ചെയ്താണ് നമ്മൾ മുഖത്തിടുന്നത്. ആക്നെ മാർക്സ് അതൊക്കെ പോകുന്നതൊക്കെ ഉണ്ട്. പിഗ്മെൻറ്റേഷൻ. അടുത്ത് സ്ട്രെച്ച് മാർക്സിൻ്റെ പാക്ക് അപ്ലൈ ചെയ്യല്ലേ? അപ്പോൾ മുട്ടയുടെ വെള്ളയായിട്ട് മിക്സ് ചെയ്താണ് നമ്മൾ സ്ട്രെച്ച് പാക്ക് ഇടുന്നത്. ഇതിപ്പോൾ ഓയിൽ മസാജ് കഴിഞ്ഞിട്ട് നീരടയ്ക്കും. നീരെങ്ങനെയുണ്ട് ഇത്രയും ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം? നല്ല മാറ്റമുണ്ട്. വന്നപ്പോൾ എങ്ങനെയായിരുന്നു? വന്നപ്പോൾ നല്ല നീരായി. കാലിൽ നമുക്കൊന്ന് തൊട്ടാൽ പോലും പ്രസ് ആവാത്ത രീതിയിലാണ് കല്ലിച്ചിരുന്നത്. 14 ഡേയ്സ് ആകുമ്പോൾ മാറുമല്ലോ ടോട്ടലായിട്ട്. ഇനി വരുമോ അതിനുശേഷം? ഇല്ല, അതിനുശേഷം വരത്തില്ല. പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിലെ ഓരോ മാറ്റങ്ങൾ. ഇതാണ് ബോഡി പാക്ക്. ഇത് നമ്മൾ തൈരുമായിട്ട് മിക്സ് ചെയ്താണ് ഇടുന്നത്. ഇതിൽ പയറുപൊടി, മഞ്ഞൾ, 3 കൂട്ടം മഞ്ഞൾ എല്ലാം ചേർത്ത് പൊടിച്ച് നമ്മൾ സ്ക്രബ് പോലെ ചെയ്യുന്നത്. ഇപ്പോൾ വേദൂടി കഴിഞ്ഞ് വന്നേക്കാണ്. ഇനി ധൂമാണ് ബാക്കിയുള്ളത്. നോർമൽ റുട്ടീനിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ധൂമം ചെയ്തതിന് ശേഷം സ്റ്റമക് ബൈൻഡിങ് ഉണ്ട്. അതിനുശേഷം ആവി കുളിപ്പിക്കും. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേഷ്യൻറ്റിനെ ഇരുത്തിയിട്ട് തല നല്ലോണം തുളച്ചിട്ട് രാസിനകത്ത് ഇടും. രാസിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മുടി പോയിക്കും. പുകച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ധൂമം പിടിക്കും മൂക്കിൽ. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ കരി എഴുതും. പിന്നെ നമ്മൾ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ധൂമം പിടിക്കും. അത് കഴിഞ്ഞിട്ട് കരി എഴുതും. സ്റ്റമക് ബൈൻഡിങ് കൂടെ ചെയ്യാറ്. ധൂമ എന്തിനാ പിടിക്കുന്നത്? മൂക്കിലൊന്നും ജലദോഷം, തലനീര് അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നോർമൽ ഡെലിവറിക്ക് ഇത് ധൂമം ചെയ്യുന്നത് അവരെ സ്റ്റിച്ചിൻ്റെ ഉണങ്ങാൻ വേണ്ടി, ബ്ലീഡിങ് ഒക്കെ നിൽക്കാൻ വേണ്ടി. ഇന്ന് 10ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റീമാണ്. നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി പോവുക. ശരീരം നല്ല രീതിക്ക് ചൂടാവാൻ വേണ്ടി, നീരൊക്കെ നല്ല രീതിക്ക്, അകത്തുള്ള നീരെല്ലാം നല്ല രീതിക്ക് ഉടഞ്ഞു വരാൻ വേണ്ടിയാണ് സ്റ്റീം ചെയ്യുന്നത്. അടുത്ത ദിവസം ഇവിടെയാണ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ്. ലാസ്റ്റ് ദിവസം നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ബാക്കിയുള്ള 3 ദിവസം വീട്ടിൽ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഫേഷ്യലും പെഡിക്യൂറും മാനിക്യൂറും ലാസ്റ്റ് ഡേ. പെഡിക്യൂർ നമ്മൾ പാർലറിലൊക്കെ ഉള്ളവർക്ക് പെഡിക്യൂറല്ല, നോർമലാ. അത് നമ്മൾ ഫസ്റ്റ് ചൂടുവെള്ളത്തിൽ കാലിട്ട്
ശാന്തൊട്ട് കാല് വരെ വെച്ചിരിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് കാണിച്ചു തരാം. 11, 12, 13 ഇലക്കിഴി വരുന്നത്. ഈ ഇലക്കിഴി വരുമ്പോൾ 7 കൂട്ടം വിരലിട്ടാണ് കിഴി ഉണ്ടാക്കുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഞവര വരുന്നത്. ഇതിപ്പോൾ ഇതാ ഇലക്കിഴി നമ്മളിങ്ങനെ കിഴി കെട്ടി എണ്ണയിൽ ചൂടാക്കിയ ദേഹത്ത് വയ്ക്കുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഞവരയിലാണ്. സ്റ്റാർട്ട് ചെയ്യണേ. നമ്മൾ പാലിൽ മുക്കിയ കിഴി ചെയ്യുന്നത്. നമ്മൾ ഞവര തേപ്പെന്നാണ് പറയുന്നത്. കിഴി കുത്തുമ്പോൾ നമ്മൾ കുത്തത്തില്ല, നിങ്ങൾ തേച്ചെടുക്കുന്നത്. ശിരോധര ലാസ്റ്റ് ഡേ മാത്രമേ ചെയ്യുള്ളൂ. കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് വെച്ചിട്ട് ആ എണ്ണ നമ്മുടെ തലയിലോട്ട് ഒഴിക്കും. നമുക്ക് ഭയങ്കര കൂളിംഗ് സെൻസേഷൻ, നല്ലൊരു സ്ട്രെസ് റിലീഫായിട്ട് ഫീൽ ചെയ്യും. ലാസ്റ്റ് മാത്രമേ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു ആയുർവേദ ഫേഷ്യൽ കൂടെ ഉണ്ട്. കുറച്ച് എക്സ്ട്രാ ടൈം നമുക്ക് മസാജും ഫേസ് പാക്കൊക്കെ ഇട്ടേക്കും. പിന്നെ നോർമലി നമ്മുടെ വേദഗുളി, അതിനുശേഷം ധൂപം, ഇതൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രമായിട്ടൊരു പെഡിക്യൂർ ഉണ്ട്. ലാസ്റ്റ് മാത്രമാണ് നമുക്ക് എക്സ്ട്രാ കുറച്ച് ട്രീറ്റ്മെന്റ്സ് കൂടെ വരുന്നത്. അതിലൊന്നാണ് നമുക്ക് പെഡിക്യൂർ. ഫസ്റ്റ് നമുക്ക് നാരങ്ങ വെച്ചിട്ട് ഒരു ബ്ലീച്ചിങ് എഫക്റ്റിന് വേണ്ടി അതിനുശേഷം ഒരു സ്ക്രബാണ്. ഇത് കാപ്പിപ്പൊടിയും പഞ്ചസാര. വേറെ കാര്യമുണ്ടോ? കുഞ്ഞു ഭാവിക്കൊരു ഓയിൽ മസാജും ഉണ്ട്, അതേപോലെ ഒരു BP ബാത്തും ഉണ്ട്. അങ്ങനെ ഇതോടെ ഞങ്ങൾ ട്രീറ്റ്മെന്റ്സ് എല്ലാം കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. വെഡിങ് ആയില്ല, എൻഗേജ്മെന്റ്. അങ്ങനെ എൻ്റെ 14 days പോസ്റ്റ് നേരിൽ ട്രീറ്റ്മെൻറ്റ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനു മുന്നേ 2-3 പ്രാവശ്യം വേറെ സെൻറ്റേഴ്സിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പാലാഴി തന്നെ സ്റ്റേ ബാക്കൊക്കെ ചെയ്തതാണ്, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ബാക്കിയെല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇത് പിന്നെ ഒരു റിവ്യൂ കേട്ടായിരുന്നു, അറിയാമെന്നുള്ള ഒരാൾ കൊള്ളാമെന്ന് പറയുന്നത് കേട്ടിട്ടാണ് ലാസ്റ്റ് ഓപ്ഷൻ എന്ന രീതിയിൽ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മളവരെ ഫസ്റ്റ് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ ഹോം സർവീസിന് ഒരു തെറാപ്പിസ്റ്റിന് അവർ തന്നെ നമുക്ക് അലോട്ട് ചെയ്ത് തരും. സ്ലോട്ട് അവർ പറയും, അതനുസരിച്ച് ചൂസ് ചെയ്യാം. നമുക്ക് എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ തലേന്ന് തെറാപ്പിസ്റ്റും നമ്മുടെ ഡോക്ടറും കൂടെ നമ്മളത് വൈകിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മളത് മീറ്റ് ചെയ്യും. നമുക്ക് എന്തൊക്കെ കൺസേൺസ് ഉണ്ട് അതൊക്കെ അവരുടെ അടുത്ത് പറയുമ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും അവർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അവർ വേദവെള്ളത്തിന് ഇടാനുള്ള മരുന്നും എല്ലാം കൊണ്ടുവരും. അപ്പം തന്നെ വേദവെള്ളം ഇട്ട് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ പാക്കേജ് ഓൾമോസ്റ്റ് 32,000-33,000 ആ ഒരു റേഞ്ച് ആയിരുന്നു. എനിക്കിപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇരുന്നിരുന്ന് മുതുകിൻ്റെ അവിടെയും നെക്കിൻ്റെ താഴെയൊക്കെ നീരൊക്കെ ഇറങ്ങാൻ തുടങ്ങി. കാലിൽ എല്ലായിടത്തും നീരിറങ്ങാൻ തുടങ്ങിയായിരുന്നു ഒരു മാസമായിട്ട്. പിന്നെ ഇത് വന്നിട്ട് നന്നായിട്ട് എല്ലാം നോക്കി നീരൊക്കെ നന്നായിട്ട് ഉടച്ച് തന്നിട്ടാണ് പോയത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കുള്ള നീരെല്ലാം എവിടെയൊക്കെയുള്ള ബാക്കിലൊക്കെയുള്ള നീരൊക്കെ പോയി. ഇനി കാലിലൊക്കെ ചെറുതായിട്ട് ഉള്ളത് 90% എല്ലാം പോയിട്ടുണ്ട്. ബാക്കി നമ്മൾ റെസ്റ്റ് എടുക്കുന്ന പോലെ ഇരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഞവരക്കിഴിയാണ്. ഞവരക്കിഴിയും പിന്നെ സ്റ്റീം ബാത്തും നല്ലതാണ്. പിന്നെ വയറാണെങ്കിലും നല്ല സാഗിയായിട്ട് കിടക്കുമായിരുന്നു, സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 70% എല്ലാം ക്യൂർ ആയിട്ടുണ്ട്. സോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്കിഷ്ടപ്പെട്ടു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.